ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ക്ലാസ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 4-5 ക്ലാസ്സുകളിലായിട്ട് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിന്റെ ഫംഗ്ഷൻ പഠിച്ചു, അതിന്റെ ഒബ്ജക്റ്റീവ് പഠിച്ചു, അങ്ങനെ ബുക്ക് കീപ്പിംഗ് എന്നുള്ള മറ്റൊരു സാധനം പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ, കാരണം അതിൻ്റെ ഒക്കെ തുടർച്ചയാണ് ഈ ക്ലാസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാനിവിടെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇത് പലപ്പോഴായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്, പക്ഷെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ്. അതാണ് ഈ ക്ലാസ്സിലത്തെ നമ്മുടെ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോക്താവ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആള് എന്നൊക്കെയാണ്. എന്ത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഗതി ഞാൻ പലപ്പോഴായിട്ട് നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ ഓരോ സംഗതി പറയുന്ന കേസിൽ മെൻഷൻ ചെയ്ത് പോന്നിട്ടുണ്ട്. എങ്കിൽ കൂടെ ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോക്താവ് എന്ന് പറയുന്നത് അതിന്റെ ഓണറാണ്. ഏതിന്റെ ഓണർ? ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണർ. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് അറിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഓണർ. നമ്മൾ പറഞ്ഞു, എന്താണ് കാരണം എന്നുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഇതിന് കാരണമെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ പ്രാവശ്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓണർക്ക്, ബിസിനസ് സ്ഥാപനത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് എന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെ? ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം, ഏത് രൂപത്തിലുള്ള സ്ട്രാറ്റജി പ്രയോഗിക്കണം, സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കണം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കണം, അല്ലെ, എങ്ങനെ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങണം, ഇത്തരം കാര്യങ്ങളാണ് എപ്പോഴും ഈ ബിസിനസ് ഓണർ അല്ലെങ്കിൽ മുതലാളി എന്ന് പറയുന്ന വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചാൽ ഇറ്റ് ഈസ് സോ 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകാം. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഈ ഓണറുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഈ ഓണർ തന്നെ ആയിരിക്കാം അതിന്റെ മാനേജ്മെന്റ്. ഇനി അങ്ങനെയല്ല, ഓണർ നിയമിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾ സ്ഥാപനത്തിലുണ്ടെങ്കിൽ, ഓണർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ, അവര് ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് അറിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും. കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തുന്നത് ഇവര് അനലൈസിങ്ങും ഇന്റർപ്രിട്ടേഷനും ഒക്കെ ചെയ്ത് ഈ ഓണറും കൂടെ ഇരുന്നത് ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും. ഓക്കെ, അതാണ് മാനേജ്മെന്റിന് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഡാറ്റ എന്ന് പറയാൻ കാരണം. മറ്റൊന്നാണ് ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്ക് എന്ന് പറയും. ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്ക് ഇങ്ങനെ പറയാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല ആൾക്കാരിൽ നിന്ന് സാധനം കടത്തിന് മേടിച്ചിട്ടുണ്ടാകും. നമുക്ക് ബാങ്കിൽ നിന്ന് ബിസിനസിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ലോൺ ആവശ്യമുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കേസിൽ, ഇപ്പൊ ഉദാഹരണം പറയാണ്, ബാങ്കിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു, നമുക്ക് ലോൺ എടുക്കണം. ബാങ്ക് ആദ്യം നമ്മളെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. നമ്മൾ ഒരു വ്യക്തി ഒരു ബാങ്കിൽ ചെന്നിട്ട് ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസ്, നമ്മളെ ജോലി, അല്ലെ, നമ്മളെ വരുമാനം, ഇതൊക്കെ അവർ തിരക്കും. കാരണം എന്താ? എനിക്കത് തിരിച്ചടക്കാനുള്ള, റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളവിടെ പ്ലഡ്ജ് ചെയ്യുന്ന, ഈട് വെക്കുന്ന, പണയം വെക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചാണ് അവര് ലോണ് നമുക്ക് തരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കപ്പാസിറ്റി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനുണ്ടോ എന്ന് അവർ ചിന്തിക്കല്ലോ. അപ്പോൾ അതാണ് ആക്ച്വലി ബാങ്കിന് ഈ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട് എന്ന് പറയാൻ കാരണം. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, ഇനി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ കടത്തിന് സാധനങ്ങൾ മേടിച്ചിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടാകും. ഞാൻ എൻ്റെ കടയിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരുന്നത് ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് എന്ന് നമ്മൾ പറയാം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണത്. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് കടം തരണമെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ അത് റീപേ ചെയ്യാനുള്ള തരത്തിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവരെനിക്ക് കടം തരുള്ളൂ. അങ്ങനെ നമുക്ക് കടം തന്നിട്ടുള്ള, എന്നാൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള ആ വ്യക്തികളെയാണ് അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിനെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. സോ ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സോ ഇമ്പോർട്ടൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഓൾസോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ യൂസർ എന്ന് പറയുന്നത്. ഇനി നാലാമത് മറ്റൊരാളാണ് ഗവൺമെന്റ്. ഓക്കെ, ബിസിനസ് സ്ഥാപനത്തിന്റെ കേസിൽ ഈ ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുക, അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെ സംബന്ധിച്ചിടത്തോളവും? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളവും. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഗവൺമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഇത്ര സമയത്തിനുള്ളിൽ ഗവൺമെന്റിന് ഈ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്ര വരുമാനമുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഡീറ്റെയിൽസ്, സ്വത്തിന്റെ കണക്ക്, ലാഭത്തിന്റെ കണക്ക്, സെയിൽസിന്റെ കണക്ക്, ഇതൊക്കെ കൃത്യമായിട്ട് ഏൽപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ വരുമാനത്തിന്റെ കണക്ക് കൃത്യമായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കണം. കാരണം എന്താ? എത്ര വരുമാനം കിട്ടി, അതിനനുസരിച്ചുള്ള ടാക്സ് നമ്മൾ അടയ്ക്കണം, അത് നമ്മൾ അടയ്ക്കുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആർക്കും കൂടി ആവശ്യമുണ്ടെന്നാ പറയുന്നത് ഇവിടെ? ഗവൺമെന്റിനും കൂടെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. സോ ഗവൺമെന്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ഇവിടെ ഓർമ്മിച്ചിരിക്കേണ്ടത് ഈ 4 പേരെയാണ്: ഓണർ, മാനേജ്മെന്റ്, ക്രെഡിറ്റർ ഓർ ബാങ്ക്, ഗവൺമെന്റ്. ഈസ് ഇറ്റ് ഓക്കെ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ഇതേ സംഗതി തന്നെ പറയുന്നില്ല, കാരണം അത് അരോചകമായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടേംസ് ആണ്. ഈ ടേംസ് വേണം നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ. ഒരുപാട് ടേംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10, 12, 13 ടേംസോളം ഉണ്ട്. ഏകദേശം ഒരു 15-നടുത്ത് ടേംസ് ഉണ്ട്. ഈ ടേംസ് നമ്മൾ പഠിക്കുന്നു. ആ ടേംസ് പ്രകാരമുള്ള ഓരോ സാധനത്തിന്റെയും എക്സാമ്പിളുകൾ നമ്മൾ പഠിക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടേംസിലേക്ക് പോകാം. ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്ന് എല്ലാവരും സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. ബേസിക് അക്കൗണ്ടിങ് ടേംസ്, TERMS. വാക്കുകൾ, വാചകങ്ങൾ, വാക്കുകൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ബേസിക് അക്കൗണ്ടിങ് ടേംസ്. നോക്ക്, നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ടേം ആണ് അസറ്റ് എന്ന് പറയും. ASSETS, അസറ്റ്സ്. അസറ്റ്. ഹാവ് യു ഹിയർഡ് അബൌട്ട് അസറ്റ്? നിങ്ങൾ ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അസറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അസറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അസറ്റ് എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയെങ്കിലും അസറ്റ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ഇത്. പക്ഷെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ കൊമേഴ്സ് പഠിച്ച നമ്മളെപ്പോലത്തെ അല്ലെങ്കിൽ എന്നെ പോലത്തെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് സ്ട്രൈക്ക് ചെയ്യും. കാരണം നമുക്ക് ഓൾറെഡി അതിനെപ്പറ്റി അറിയാം. പക്ഷെ ഇതൊന്നും അറിയാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടേം സ്ട്രൈക്ക് ചെയ്യോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഫിലിംസിൽ കേൾക്കാം, അല്ലെങ്കിൽ നമ്മളെ നിത്യേന ആൾക്കാർ ഉള്ള സംഭാഷണം, അവനൊരു അസറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറയും. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സ്വത്ത് അല്ലെങ്കിൽ ആസ്തി എന്നൊക്കെയാണ്. എന്താണ്? സ്വത്ത് അല്ലെങ്കിൽ ആസ്തി. ആസ്തി എന്താണ് ആസ്തി? ഇനി ഞാൻ പറയുന്ന ഇതുപോലെയുള്ള ഓരോ വാക്കുകളും നിങ്ങൾ ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് ബിസിനസ് അതിന്റെ കണ്ണിലൂടെ വേണം കാണാൻ. ഓക്കെ, അതായത് ആസ്തി എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് അല്ലെങ്കിൽ ആസ്തി എന്ന് പറഞ്ഞ സംഗതി എന്താണ് എന്നാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് എന്ത് പറയാം? ആസ്തി എന്ന് പറയാം, അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയാം. അതായത് all material things and the amount due it from others, that is called an asset.
എന്നാണ് പറയുക. അതായത് all material things and properties which is possessed by a business concern. All material things and possessions which is possessed by a business concern. All material things which is possessed by a business concern is called asset. Okay, എന്താ പറഞ്ഞത്? ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം അതിന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും, ദാറ്റ് മീൻസ് ഓൾ മെറ്റീരിയൽ തിങ്സ് which is possessed by a business concern, that is called asset or ആസ്തി. അപ്പൊ എന്താ, നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് എടുക്കുക. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഉള്ള സ്ഥിരം ഒരുപാട് ഉണ്ടായിട്ടുള്ള നാട്ടില് നമ്മളെ അടുത്തുള്ള ടൗണിലും അല്ലെങ്കിൽ പിന്നെ എവിടെ പോകുമ്പോഴും ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് റൂബിയാൻ എന്ന് പറയുന്നത്. എന്താണ് റൂബിയാൻ? അപ്പൊ ഈ റൂബിയാൻ എന്നുള്ള സാധനമാണ് ഞാൻ ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെയുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിനെ മനസ്സിൽ കാണുക, എന്നിട്ട് ചിന്തിക്കുക അവിടെയുള്ള എല്ലാ സാധനങ്ങളും. എന്താ സാധനങ്ങൾ? അവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാകുക? അരി, പഞ്ചസാര, ഇതുപോലെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ, പിന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മറ്റ് സാധനങ്ങൾ എന്തൊക്കെയുണ്ട് അല്ലേ? പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, പിന്നെ ചിലപ്പോൾ വെസൽസ്, അതായത് പാത്രങ്ങൾ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാ നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എടുത്തെടുത്ത് പേര് പറയണമെന്നില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ആ ബിസിനസ് സ്ഥാപനത്തിൽ, ആ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടോ, all that materials, properties which is held by that supermarket is called an asset. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ വസ്തുക്കളെയും കൂടിയിട്ട് നമുക്ക് ഒരൊറ്റ ടേം പറയാം. ആ ടേമാണ് ഗുഡ്സ്. എന്താണ്? ഗുഡ്സ്. ആ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ വസ്തുക്കളെയും കൂടിയിട്ട് നമുക്ക് എന്ത് പറയാം? അവിടെയുള്ള ഗുഡ്സ് എന്ന് പറയാം. ആ ഗുഡ്സ് എന്ന് പറയുന്നത് അവിടെ വിൽക്കാനായിട്ട് കൊണ്ടുവച്ച സാധനങ്ങളാണ്, അല്ലേ? ഇനി വിൽക്കാനല്ലാത്ത ചില സാധനങ്ങൾ അവിടെ ഉണ്ടാവും. എന്താണ്? അവിടെ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള റാക്ക്, ഫാന്, AC, അല്ലേ? പിന്നെ എന്താ, ടേബിള്, ചെയർ, ഇതൊക്കെ അവർ എംപ്ലോയീസും അല്ലെങ്കിൽ മാനേജ്മെന്റും അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സ്റ്റാഫൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. ആ സ്ഥാപനത്തിന് ചിലപ്പോൾ ഡെലിവറി ചെയ്യാൻ വാഹനം കയ്യിലുണ്ടാകും. ആ വാഹനങ്ങൾ, ഇതൊക്കെ ആ സ്ഥാപനത്തിന്റെ ഭാഗമാണ്. ആ സ്ഥാപനത്തിന്റെ മേശയിൽ പൈസ ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും. കാരണം നമ്മളെല്ലാവരും സാധനം മേടിച്ചിട്ട് പൈസ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ? ഈ പറഞ്ഞ സംഗതികൾ കംപ്ലീറ്റ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? അസറ്റ് എന്ന് പറഞ്ഞ ഈ സംഗതിയുടെ അണ്ടറിൽ വരുന്നത് ആണ്. ഓക്കെ, അപ്പൊ അസറ്റ് എന്താന്നുള്ളത് മനസ്സിലായല്ലോ. ഓൾ മെറ്റീരിയൽസ് തിങ്സ് വിച്ച് ഈസ് പൊസസ്ഡ് ബൈ എ ബിസിനസ് കൺസേൺ. ഓൾ മെറ്റീരിയൽസ് തിങ്സ് വിച്ച് is possessed by a business is called an asset. ഇത് മാത്രമല്ല, and the amount due it from others, and the amount due it from others. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്ക് മറ്റുള്ള ആരുടെന്നെങ്കിലും പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ കടത്തിനൊക്കെ സാധനം വിൽക്കുമല്ലോ, അങ്ങനെയാകുമ്പോൾ നമുക്ക് പൈസ കിട്ടാനുണ്ടാവുമല്ലോ. അതിനാണെന്ന് പറയുന്നത് amount due it from others. മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടാനുള്ള പൈസ, അതും കൂടി നമ്മുടെ അസറ്റാണ്, ആസ്തിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആസ്തി എന്ന് പറയുന്നത്. ഇനി ഈ ആസ്തിയെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് മെയിൻ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ആസ്തിയെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്യാണ്? അഗൈൻ ഡിവൈഡഡ് ഇൻറ്റു 2. ഓക്കെ, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താന്ന് നോക്കാം. നോക്ക് നിങ്ങൾ ബോർഡ് മേലെ എന്തൊക്കെയാണ്? ദി അസറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 categories. ദാറ്റ് മീൻസ് first one current asset and the second one is fixed asset. ഓക്കെ, കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് എന്നീ രണ്ട് പേരുകളാണ് ഈ രണ്ട് കാറ്റഗറിയിലെ അസറ്റുകൾ അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കറണ്ട് അസറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കറണ്ട് അസറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താ കറണ്ട് അസറ്റ്? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ?
കറണ്ട് നമ്മളെ വൈദ്യുതി കറണ്ട് അതല്ല കേട്ടോ. ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. കറണ്ട് ഇയർ എന്നൊക്കെ പറയില്ലേ, കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോഴുള്ള അവസ്ഥ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ള അസറ്റ്. അതങ്ങനെ ഇപ്പോ നമ്മളെ കയ്യിലുള്ള അസറ്റ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴുണ്ട്. ഇനി നാളെ അത് ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ദി അസറ്റ് വിച്ച് ഈസ് ഓൾവേസ് ചേഞ്ച് ഇൻ നാച്ചർ. എപ്പോഴും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് മാറ്റങ്ങൾക്ക് വിധേയമാകും. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ക്യാഷ്, ഒരു സ്ഥാപനത്തിന്റെ മേശയിലുള്ള പൈസ, ആ സ്ഥാപനം അന്ന് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ 10,000 രൂപയാണെന്ന് കരുതുക. ഉച്ചയാകുമ്പോൾ അതേ 10,000 ആ മേശയിൽ ഉണ്ടാവുക അല്ല. അവിടെ ബിസിനസ് നടക്കുമ്പോൾ 10,000 എന്നുള്ളത് ചിലപ്പോൾ 50,000 ആയിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് 1,00,000 ആയിട്ടുണ്ടാവും. ചില ദിവസം രാവിലെയുള്ള 1,00,000 വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ 90,000 ആയിട്ടുണ്ടാവും. ഇങ്ങനെ കൂടിയും കുറഞ്ഞും എന്ത് ചെയ്യും? ഫ്ലക്ച്വേഷൻ സംഭവിക്കും. ഫ്ലക്ച്വേഷൻ, ഏറ്റക്കുറച്ചിലുകൾ, അല്ലെ? കൂടുക കുറയുക. ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ്. ക്യാഷ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ക്യാഷ് മാത്രമല്ല, ബാങ്കിലുള്ള പൈസയും അതിന് ഉദാഹരണമാണ്. ക്യാഷ്, ബാങ്ക്. പിന്നെ മറ്റൊന്നാണ് ഗുഡ്സ്. എന്തുകൊണ്ടാ? ആ കടയിൽ വിൽക്കാൻ കൊണ്ടുവച്ച സാധനം എപ്പോഴും തീർന്നു പോകും. നമ്മൾ തീരുമ്പോൾ എന്ത് ചെയ്യാണ്? വീണ്ടും പർച്ചേസ് ചെയ്ത് കൊണ്ടു വെക്കുകയാണ്, അല്ലെ? അപ്പോൾ ഗുഡ്സും ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് കറണ്ട് അസറ്റ്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിന്റെ ഉദാഹരണമാണ് ഗുഡ്സ്, ക്യാഷ്, ബാങ്ക് ഒക്കെ. എന്താണ് കറണ്ട് അസറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് എളുപ്പം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന അസറ്റ് എന്ന് പറയാം. ഞാൻ ഇതിനെ കുറച്ചുകൂടെ നിങ്ങളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എളുപ്പം മാറ്റം ഉണ്ടാകുന്ന അസറ്റ് എന്നല്ല എഴുതേണ്ടത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ നാച്ചുറൽ അസറ്റ് എന്നല്ല എഴുതേണ്ടത്. അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. നോക്കിക്കോ, ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ we are going to discuss about fixed asset. The name indicate which is fixed for a period of time. ഒരു നിശ്ചിത കാലത്തേക്ക് അത് സ്ഥിരമായിട്ട് സ്ഥാപനത്തിലുണ്ടാവും. അതിന് നേരത്തെ പറഞ്ഞ ഇയാളുടെ കേസിലുള്ള പോലത്തെ സ്വഭാവം അതിന് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കൂല. ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള കാലത്തിന് നമ്മൾ നേരത്തെ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ചേഞ്ച് ഉണ്ടാവും എന്നല്ലേ? ഇവിടെ ഒരു വർഷം വരെയെങ്കിലും മിനിമം അതിന് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഒരിക്കൽ ചേഞ്ച് ഉണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ മിനിമം ഒരു വർഷം വരെയെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയുള്ള അസറ്റുകൾ നേരത്തെ പറഞ്ഞ നമ്മളെ റൂബിയൻ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകും. എന്താ അത്? ആ റൂബിയൻ സൂപ്പർ മാർക്കറ്റിൽ ഡെലിവറിക്കായിട്ട് ഓടുന്ന വാഹനം, ദാറ്റ് മീൻസ് വെഹിക്കിൾ. അത് ഫിക്സഡ് അസറ്റാ. അവിടെ നോക്കൂ മക്കളെ, ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ എഴുതി വെച്ചിട്ടുള്ളത്? അസറ്റ് വിച്ച് ഈസ് ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. ഒരു ചെറിയ കാലത്തേക്ക് മാത്രം നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന അസറ്റ്. എന്താ ചെറിയ കാലത്തേക്ക് മാത്രം എന്നുള്ളത് പറഞ്ഞ എന്തുകൊണ്ടാ? അത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിനൊരു മാറ്റം സംഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേഞ്ച് ഇൻ നാച്ചർ എന്നുള്ളത്. സാധനങ്ങൾ ഇടയ്ക്ക് തീരും, വീണ്ടും വരും, വീണ്ടും തീരും, വീണ്ടും വരും, അല്ലെ? അതായത് ചുരുങ്ങിയൊരു സമയത്തേക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചുരുങ്ങിയ സമയം നമുക്ക് അതിനെ ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വർഷം, അല്ലെങ്കിൽ 1 year ഓർ ലെസ് എന്ന് പറയാം. 1 year ഓർ ലെസ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും ചേഞ്ചസ് വരുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ക്യാഷിന്റെയോ സാധനങ്ങളുടെയോ ഒന്നും കാര്യത്തിൽ ഒരു വർഷമൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഒരിക്കൽ പോലും. ഓക്കെ, കാരണം എളുപ്പം മാറും. പക്ഷേ എങ്കിൽ പോലും ചില സാധനങ്ങൾ ചിലപ്പോൾ 2-3 ആഴ്ചകൾ, 1 മാസം, 2 മാസം ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ എല്ലാത്തിനെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇയർ ചേർത്തിരിക്കുന്നത്. അതായത് 1 year ഓർ ലെസ് എന്ന് പറയുന്ന ആ ഇയർ ചേർത്ത് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഒരു പോയിന്റ് കൂടി അതിൽ പഠിക്കണം. വിച്ച് ഈസ് അക്വയർഡ് വിത്ത് ദി ഇന്റൻഷൻ ഓഫ് കൺവേർട്ടിംഗ് ദം ഇൻ ടു ക്യാഷ്. ഈ അസറ്റ് നമ്മൾ കൈവശം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ളത്, ദാറ്റ് ഈസ് വിച്ച് ഈസ് അക്വയർഡ്, നേടിയെടുത്തത്, വിത്ത് ദി ഇന്റൻഷൻ, ഉദ്ദേശത്തോടു കൂടിയാണ്. എന്തുദ്ദേശമോ? നമുക്ക് എന്തായിട്ട് മോശപ്പെട്ട ഉദ്ദേശം ഉണ്ടോ? ഒന്നുമില്ല, നല്ല ഉദ്ദേശം. എന്ത്? കൺവേർട്ടിംഗ് ദം
ഇൻറ്റു ക്യാഷ്. സാധനം വാങ്ങിക്കൊണ്ട വെച്ച് എന്തിനാ? വിൽക്കുക, പൈസയാക്കുക. ദാറ്റ് മീൻസ് കൺവേർട്ടിങ് ദം ഇൻറ്റു ക്യാഷ്. ഓക്കെ, അപ്പോൾ ഈ അസറ്റ് നമ്മളെ കൈവശം വെച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് സെയിൽ ചെയ്യുക, പൈസയാക്കുക, വീണ്ടും സെയിൽ ചെയ്യുക, പൈസയാക്കുക, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ചുരുങ്ങിയ കാലത്തേക്ക് നമ്മളെ കൈവശം വെച്ചിരിക്കുന്ന അസറ്റാണ്. അത് എളുപ്പത്തിൽ വിൽക്കുക, പൈസയാക്കുക എന്നുള്ളതാണ് ആ അസറ്റ് കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? ഇതാണ് കറണ്ട് അസറ്റ്. അതിന് ഉദാഹരണമാണ് എന്ത്? ഗുഡ്സ്, ബാങ്ക്, ക്യാഷ്. ഓക്കെ, ഇനി നമുക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ, അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അസറ്റിന്റെ കേസ്, അല്ലേ? അസറ്റ് എന്നുള്ളതിനെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൈസ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പൈസ ഇങ്ങോട്ട് തരാനുള്ള വ്യക്തികൾ ഉണ്ടാകും. അങ്ങനെ അവർ തരാനുള്ള പൈസേനെ നമുക്ക് എന്തിൽ പെടുത്താം? കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. അപ്പോൾ എമൗണ്ട് ഡ്യൂ ഫ്രം അതേഴ്സ്, പൈസ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിലവിൽ ഉള്ള ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് അതിനെ പറയുക. നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള പൈസ, ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് അതിനെ പറയുക. ഓക്കെ, ഇനി നമ്മുടെ വിൽക്കാൻ കൊണ്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ, ഗുഡ്സ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി എല്ലാവരും വേഗം നോട്ട് ചെയ്തോ. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അടുത്ത കാര്യങ്ങൾ പറയാം. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ we are going to discuss about fixed asset. The name indicate which is fixed for a period of time. ഒരു നിശ്ചിത കാലത്തേക്ക് അത് സ്ഥിരമായിട്ട് സ്ഥാപനത്തിലുണ്ടാവും. അതിന് നേരത്തെ പറഞ്ഞ ഇയാളുടെ കേസിലുള്ള പോലത്തെ സ്വഭാവം അതിന് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കൂല. ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള കാലത്തിന് നമ്മൾ നേരത്തെ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നല്ലേ. ഇവിടെ ഒരു വർഷം വരെയെങ്കിലും മിനിമം അതിന് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഒരിക്കൽ ചേഞ്ച് ഉണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ മിനിമം ഒരു വർഷം വരെയെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയുള്ള അസറ്റുകൾ നേരത്തെ പറഞ്ഞ നമ്മളെ റൂബിയൻ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകും. എന്താ അത്? ആ റൂബിയൻ സൂപ്പർ മാർക്കറ്റിൽ ഡെലിവറിക്കായിട്ട് ഓടുന്ന വാഹനം, ദാറ്റ് മീൻസ് വെഹിക്കിൾ. അത് ഫിക്സഡ് അസറ്റാ. അവിടെ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകുന്ന വാഹനോ ഏതെങ്കിലും ഡെലിവറിക്ക് പോകുമ്പോൾ അതും വിറ്റിട്ടാണോ അടുത്ത എംപ്ലോയി വരിക, അല്ലെങ്കിൽ അടുത്ത ഡെലിവറി ബോയ് വരിക? അങ്ങനെയല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. അതിന് കുറെ കാലം ഉപയോഗിക്കുമ്പോൾ തേയ്മാനം വരും, നഷ്ടം വരും, അല്ലെങ്കിൽ നഷ്ടമാണ്, അല്ലെങ്കിൽ എണ്ണ ഒക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് വിൽക്കും, അല്ലേ? അങ്ങനെ അത് വിൽക്കുള്ളൂ. ഇതിങ്ങനെ ആഴ്ചക്കോ അല്ലെ കൊല്ലത്തിലോ വിൽക്കുന്ന പരിപാടിയല്ല. ചിലപ്പോൾ 5-10 വർഷം ഉപയോഗിക്കും, മാക്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒക്കൂല, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് വണ്ടി വാങ്ങാൻ ഈ കിട്ടുന്ന പൈസയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാലോ പിന്നെ കച്ചവടം നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നമ്മളെ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തോളണം. അപ്പൊ വെഹിക്കിൾ ഉദാഹരണം. ഇനി കുറച്ചുകൂടി ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ആ ബിൽഡിങ്, ആ റൂബിയാൻ എന്ന് പറയുന്ന എൻ്റെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ബിൽഡിങ് ആ ഓണറുടേതാണെന്ന് വിചാരിക്കുക. ആ ബിൽഡിങ് നിൽക്കുന്ന ഭൂമി, നിലം, ലാൻഡ് അയാളുടേതാണെന്ന് വിചാരിക്കുക. അപ്പോ ലാൻഡ് ഫിക്സഡ് അസറ്റാ. ആ ബിൽഡിങ് നിൽക്കുന്ന ലാൻഡ് ഫിക്സഡ് അസറ്റാ. ആ ലാൻഡിൽ നിൽക്കുന്ന ബിൽഡിങ് ഫിക്സഡ് അസറ്റാ. ഇനി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന മേശ, കസേര പോലെയുള്ള മിഷനറീസ്, മിഷനറി MESHINERIES മിഷനറീസ്, അല്ലെ? എന്താ മിഷനറി? അവിടെയുള്ള മേശ, കസേര പോലെയുള്ള സാധനങ്ങൾ, അതിനാ മിഷനറി എന്ന് പറയാം. ഇനി ഫർണിച്ചേഴ്സ്, മരം കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ, അതിനെയൊക്കെയാണ് ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ല വെച്ചത്. ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ വെഹിക്കിൾ ആവശ്യമാണ്. ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ആ ബിസിനസിന്റെ ബിൽഡിംഗ് നിൽക്കുന്ന ലാൻഡ് ആവശ്യമാണ്. ബിൽഡിംഗ് തീർച്ചയായിട്ടും ആവശ്യമാണ്. മെഷീനറി ആവശ്യമാണ്, ഫർണിച്ചർ ആവശ്യമാണ്. ഓക്കെ, അപ്പോ ദിസ് ഈസ് ഫോർ ഹെൽഡ് ബൈ എ ബിസിനസ് ഫോർ റണ്ണിങ് ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ്. ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണിത്, റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഈ പറഞ്ഞതോ അവിടെ ഉള്ള കറണ്ട് അസറ്റുകൾ വിൽക്കുക, ഗുഡ്സ് വിൽക്കുക, അല്ലെങ്കിൽ എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്.
ഇവിടെ വരുമ്പോഴേക്ക് നമ്മൾ എന്താക്കി, ആ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകാൻ ഇതൊക്കെ സ്ഥാപനത്തിൽ അത്യാവശ്യമാണ്. അങ്ങനെയാവുമ്പോൾ ഒരു വർഷത്തില് അല്ലെങ്കിൽ മിനിമം ഒരു വർഷമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനം ഹെൽഡ് ചെയ്തിരിക്കുന്ന അസറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ശരി. നിങ്ങൾ ഇവിടെ നോക്ക്, അസറ്റ് വിച്ച് ഈസ് ഹെൽഡ് ബൈ എ ബിസിനസ് ഫോർ ലോങ് പീരീഡ്. ഒരു ബിസിനസ് സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന ഇത്തരം ഫിക്സഡ് അസറ്റുകൾ കുറെ കാലത്തേക്കാണ് കൈവശം വെച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ലോങ് പീരീഡ്. അത് സാധാരണഗതിയിൽ ആ ലോങ് പീരീഡിന് നമ്മൾ പറയും യൂഷ്വലി മോർ ദാൻ 1 ഇയർ. അപ്പം ഇത് നിങ്ങൾ എഴുതിയെടുക്ക്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടാൽ മതി. ഓക്കെ, പോസ് ചെയ്ത് എഴുതി വെച്ചു. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു അസറ്റ് ഇവിടെ കൈവശം വെച്ചിരിക്കുന്നത് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സ്ഥിരമായിട്ട് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. അതിന് ഉദാഹരണമാണ് വെഹിക്കിൾ, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ എന്നുള്ള സാധനങ്ങൾ. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനിയും ഒരുപാട് ഫിക്സഡ് അസറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നമുക്ക് കണക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഞാൻ ഇപ്പം ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ ഫിക്സഡ് അസറ്റിനെ നമുക്ക് വീണ്ടും 4 ടൈപ്പ് ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ വീഡിയോ വലുതായി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, കറണ്ട് അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ഫിക്സഡ് അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം പറയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ടോപ്പിക്കുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.